എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 12 ശ്ലോകം 20, 21, 22, 23, 24 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. കുട്ടികൾ ഇങ്ങനെ തമ്മിൽ പറയണ്ടേ, ഇത് ശരിക്കും അതിന്റെ കെട്ടപ്പ് കണ്ടാൽ എന്തൊരു ഭീകരം. ആ ചുണ്ടും ആ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കൊരു പാമ്പിനെ പോലെ ഉണ്ട് കേട്ടോ. പാമ്പ് വായ പൊളിച്ച് കിടക്കണ പോലെ ഉണ്ട് ഇല്ലേ ചോദിക്കുമ്പോ മറ്റേ കുട്ടികൾ പറഞ്ഞു ശരി തന്നെയാ, അങ്ങനെ തന്നെയാ തോന്നണത്, പെരുമ്പാമ്പ് തന്നെയാന്ന്. അപ്പൊ പെരുമ്പാമ്പ് അതിന്റെ ഉള്ളിക്ക് കയറിയാൽ നമ്മളെ വിഴുങ്ങോ? അവസാനം അവര് പറയണു എന്തായാലും വേണ്ടില്ല, നമുക്ക് അപകടമൊന്നും ഉണ്ടാവില്ല, കൃഷ്ണനല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, കൃഷ്ണൻ നമ്മളെ രക്ഷിക്കും. ഇപ്പൊ കൃഷ്ണൻ കുറച്ച് പിന്നിലായിട്ടാണ് നടക്കണത്, ഈ കുട്ടികള് മുമ്പിലാ. അങ്ങനെ അവര് അതിലേക്ക് തന്നെ ആ ഒരു വിശ്വാസത്തില് പെരുമ്പാവിന്റെ വായിലേക്ക് തന്നെ അവര് കേറുകയാണ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 20. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്യമർക്കകരാരക്തം ഉത്തരാഹനുവൽഘനം അധരാഹനുവൽ രോധ തൽ പ്രതിച്ഛായയാരുണം. ചില കുട്ടികള് പറഞ്ഞതൊക്കെ കേട്ടപ്പോ മറ്റു ചില കുട്ടികള് അത് ശരിയാ, അതിന് ഉത്തരം പറയാ, നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ, ആകാശത്തില് സൂര്യകിരണങ്ങളുടെ സമ്പർക്ക നിമിത്തം അങ്ങനെ ചുവന്നിരിക്കണില്ലേ, അങ്ങനെയുള്ള മേഘത്തില് തട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് ഈ പ്രാണിയുടെ മുകൾ ഭാഗത്തുള്ള ചുണ്ടാണ്, കണ്ടോ? ആ മേഘങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ ശോഭ ഉണ്ടല്ലോ, ആ പ്രതിബിംബ ശോഭ, അതുകൊണ്ടാണ് ഇങ്ങനെ ചുവന്നിരിക്കണ ഈ നദീതീരത്തിൽ തട്ടിക്കൊണ്ട് കിടക്കുന്ന ഇത് ഈ പ്രാണിയുടെ താഴത്തെ ചുണ്ടാണ്. നോക്കിക്കോ, ആ പ്രതിബിംബമാണ് അതിന്റെ ചുണ്ട്, അതുകൊണ്ടാണ് അതിന്റെ ചുണ്ട് ഇങ്ങനെ ചുവന്നിരിക്കണത്. നോക്കൂ നിങ്ങള് എന്ന് പറയണു. അപ്പൊ ശരിക്കും ഇതൊരു ഭയങ്കരമായ ഒരു പ്രാണി തന്നെയാണെന്ന് നിങ്ങൾ സംശയിച്ചത് തന്നെ എനിക്കും തോന്നണത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നണം. സൂക്ഷിച്ചു നോക്കുമ്പോ ഇത് ശരി തന്നെയാന്ന് തോന്നുന്നുണ്ട് എനിക്കെന്ന് പറയുന്നത്. പ്രതിസ്പർദ്ധേതേ സൃക്കിഭ്യാം സവ്യാസവ്യേ നഗോദരേ തുംഗശൃംഗാലയോപേതാ തം ദംഷ്ട്രാഭിശ്ച പശ്യത. സവ്യാസവ്യേ ഇടത്തും വലത്തുമുള്ള നഗോദരെ പർവ്വത ഗുഹകൾ, സൃക്കിഭ്യാം അധരപ്രാന്തങ്ങളോട്, പ്രതിസ്പർദ്ധേതേ കിടപിടിക്കുന്നു, ഏതാഹ ഈ തുംഗശൃംഗാലയ ഉന്നത ശിഖരങ്ങൾ, തദ്ദംഷ്ട്രാഭി ച അതിന്റെ ദംഷ്ട്രകളോടും സ്പർദ്ധിക്കുന്നു. ചുണ്ടുകളുടെ ഇടത്തും വലത്തും ഭാഗങ്ങളുടെ അറ്റങ്ങളുണ്ടല്ലോ, ഈ പ്രാണിയുടെ ഇടത്തും വലത്തുള്ള പർവ്വത ഗുഹങ്ങളെ പോലെ തന്നെയുണ്ട് അല്ലേ എന്ന് പറയവര്. വായുടെ ഉള്ളില് ഉയർന്നു കാണുന്ന ആ ദംഷ്ട്രകൾ ഉണ്ടല്ലോ, മലകളുടെ ഉയർന്ന കൊടുമുടികളെ പോലെ ഇരിക്കണം. നോക്കൂ എന്താ വലിപ്പം എന്നൊക്കെ അവര് പറയാ. അപ്പൊ രണ്ടു ഭാഗത്തും മലകളുണ്ട് ആണ് ഇപ്പൊ അവര് പറയണതെന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ പാമ്പ് കിടക്കണേന്റെ അല്ലെ. ആസ്ത്രിതായാമമാർഗോയം രസനാം പ്രതിഗർജതി യേഷാമന്തർഗതം ധ്വാന്തം ഏതദാപ്യന്തരാനനം. നീളത്തിലും വീതിയിലും കാണാണ്ടല്ലോ ഒരു വഴി പോലെ, അത് ഇതിന്റെ നാവായിരിക്കും. ഈ പർവ്വത ശിഖരങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്ന നീലമയമായിട്ടുള്ള അന്ധകാരം ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു അന്ധകാരം കാണാല്ലേ, അത് ഈ പ്രാണിയുടെ വായയുടെ ഉള്ളില് ആണ്, അതാവും. അപ്പൊ ഈ പർവ്വത ശിഖരങ്ങളിലൊക്കെ തങ്ങി നിൽക്കുന്ന മരങ്ങളുടെ നീല നിറമായിട്ടുള്ള ഇലകള് ആയതുകൊണ്ട് ആ പ്രദേശമൊക്കെ ഇങ്ങനെ അന്ധകാരം പോലെ തോന്നും. അതുപോലെയാണെന്ന് ഈ പ്രാണിയുടെ വായയുടെ ഉള്ളില് നോക്കുമ്പോ അങ്ങനെ കറുത്ത് ഇങ്ങനെ ഒരു അന്ധകാരം മാത്രമേ കാണാനുള്ളൂ. നദിയുടെ തീരത്തിൽ കൂടി നല്ല പാതയുണ്ട്, നല്ല വീതി നീളവും ഒക്കെ ധാരാളമുള്ള പാത. അതുപോലെ നീളവും വീതിയൊക്കെ ഇതിന്റെ നാവിനും ഉണ്ട്. അതാണ് അവര് പറയണത്. ദാവോഷ്ണ ഖരവാതോയം ശ്വാസവൽ ഭാതി പശ്യത തദ്ദഗ്ധ സത്വദുർഗന്ധോപി അന്തരാമിഷഗന്ധവത്. ഈ സ്ഥലത്തിന്റെ
സമീപത്ത് കാട്ടുതീ ഉണ്ടായിരിക്കും നിശ്ചയം. എന്തുകൊണ്ടെന്നാ ഇപ്പൊ നമ്മുടെ ദേഹത്തിൽ തട്ടുന്ന കാറ്റിന് അതിഭയങ്കര ചൂടുണ്ട്. അതുപോലെ തന്നെയുള്ള കാറ്റ് ഈ ജന്തുവിന്റെ മുഖത്തൊന്നും വീശുന്നുണ്ട് അല്ലേ? എന്തോ ഒരു ഭയങ്കര ദുർഗന്ധം. അത് കാട്ടുതീയില് അകപ്പെട്ട് ചത്തുപോയ പ്രാണികളുടെ ദേഹം ദഹിക്കണത് കൊണ്ടാവും. അതാവും ഇങ്ങനെ ദുർഗന്ധം. അതുപോലെയുള്ള ദുർഗന്ധം ഈ പ്രാണിയുടെ മുഖത്തുനിന്ന് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ആ മാംസത്തു നിന്നൊക്കെ അടുത്ത് വരുമ്പോ അല്ലേ? ഇന്ന് കുട്ടികൾ പറയാം, ആകപ്പാട് നോക്കുമ്പോ ഈ പ്രാണിയും ഈ പ്രദേശമൊക്കെ ഒരേപോലെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഭയങ്കര ജന്തു തന്നെയാണെന്നാണ് തോന്നണത് എന്നൊക്കെ അവര് പറയുന്നുണ്ട്. എന്നാ വൃന്ദാവനശ്രീ ആണെന്നും പറയുന്നുണ്ട്. അതല്ലേ? അസ്മാൻ കിമത്ര ഗ്രസിതാ നിവിഷ്ടാൻ അയം തഥാ ചേത് ഭഗവൽ വിനക്ഷ്യതി ക്ഷണാത് അനേനേതി ബകാരുഷന്മുഖം വീക്ഷ്യോത്ഥസന്ത കരതാടനേറിയൂ. ശരിക്കും അതെ, ഇതൊരു അജഗരം തന്നെയാണ് നിശ്ചയം എന്ന് പറയുന്നുണ്ട് അവര്. ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ ഇത് വിഴുങ്ങോ? അയ്യോ, നമ്മൾ അടുത്ത് ചെന്നാ വിഴുങ്ങും. വിഴുങ്ങിയാ പിന്നെ ആ പണ്ട് ഭഗം വിഴുങ്ങിയ സമയത്ത് നശിച്ചതുപോലെ ഈ ജന്തുവും അപ്പൊ തന്നെ നശിക്കും അല്ലെ? കൃഷ്ണനെ വിഴുങ്ങിയില്ലേ ഈ ഭഗം, എന്നിട്ട് എന്താണ്ടായേ? അവൻ തന്നെയല്ലേ നശിച്ച. അതുപോലെ അവനെ നശിക്കും ഞങ്ങളെ വിഴുങ്ങിയാന്ന് പറയാ അവര്. അങ്ങനെയൊന്നും സംഭവിക്കാൻ നമ്മുടെ രക്ഷിതാവായിട്ടുള്ളത് ആ ശ്രീകൃഷ്ണൻ സമ്മതിക്കോ? നമ്മളെ രക്ഷിക്കും ശ്രീകൃഷ്ണൻ. നമ്മളെ ഇതിന്റെ വായിലേക്ക് അകപ്പെട്ടാലും നമ്മളെ വിഴുങ്ങിയാലും എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് കൈ കൊട്ടി അതന്നെ അതന്നെ എന്ന് പറഞ്ഞ എല്ലാവരും കൈ കൊട്ടി ചിരിച്ചോണ്ട് പിന്നിലിങ്ങനെ വരണ്ട് ഭഗവാൻ. ഇവര് കേറുണ്ടോന്ന് നോക്കി നടക്കുക അതിന്റെ ഉള്ളിലേക്ക്. തിരിഞ്ഞു നോക്കി കൃഷ്ണനെ നോക്കിയിട്ട് അവര് കൈ കൊട്ടി ചിരിക്കുക, ഉറക്ക ചിരിക്കുകയാണ് അവര്. എന്നിട്ട് ഓരോരോ നാട്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, വീരശൂരാദി പ്രകടനങ്ങളൊക്കെ ഭഗവാനെ നോക്കിയിട്ട് കാണിച്ച്. അങ്ങനെ ആ ബാലകന്മാര് എന്ത് ചെയ്തു? പെരുമ്പാവിന്റെ വായിലേക്ക് തന്നെ അങ്ങോട്ട് നടന്നു. അവര് കേറിയിട്ട് വേണം കേറാന്ന് വിചാരിച്ച് നോക്കിയിരിക്കുകയാണ് ഭഗവാനും. അങ്ങനെ കൃഷ്ണനും ബാക്കിയുള്ള കൂട്ടുകാരും പശുക്കളൊക്കെ പശുക്കളെയും കൊണ്ട് ഇവര് മുമ്പോട്ട് കേറി. അങ്ങനെ ഈ കുട്ടികൾ കയറണ കണ്ടപ്പോ മറ്റുള്ള കുട്ടികളും ഒക്കെ പിന്നെ പെരുമ്പാവിന്റെ വായിലേക്ക് കയറി. പശുക്കളെയും കൊണ്ട് തന്നെയാണ് എല്ലാവരും കയറിയിരിക്കണത്. കൃഷ്ണൻ വരുമ്പോഴേക്കും ഇവരൊക്കെ കയറി കഴിഞ്ഞു. അവസാനം കൃഷ്ണനും കൂടി വന്നിട്ട് വേണം വായ അടയ്ക്കാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് നമ്മുടെ അസുരൻ. കൃഷ്ണനും ആ പെരുമ്പാവിന്റെ വായിലേക്ക് തന്നെ നടന്നു കയറുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.